നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പൂർണ്ണമായിട്ടുള്ള നേവൽ ബ്ലോക്കേഡ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ എല്ലാ കപ്പൽ ഗതാഗതങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പൂർണ്ണ നേവൽ ഉപരോധം ആണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് ഏപ്രിൽ 13 തിങ്കളാഴ്ച. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഏറ്റവും അവസാനമായി അദ്ദേഹത്തിൻ്റെ മെസ്സേജ് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ ബ്ലോക്കേഡിന് സമീപം വരുന്ന ഏതെങ്കിലും കപ്പലുകളുണ്ടെങ്കിൽ അതിനെ മുഴുവനും എലിമിനേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഈ കടലിൽ വെനിസ്വേല മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾക്കെതിരെ എന്ന് പറഞ്ഞ് അമേരിക്ക നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കിൽ സിസ്റ്റം ആയിരിക്കും ഇവിടെയും അമേരിക്ക ഉപയോഗിക്കുക. അത് പെട്ടെന്ന് ക്വിക്ക് ആൻഡ് ബ്രൂട്ടൽ ആയിരിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭീഷണി. ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഒരു ഡെഡ് ലൈൻ കൊടുത്ത്, ഇന്ന് ഗൾഫ് സമയം 6 മണിക്ക് 6 PM അവസാനിച്ച ഡെഡ് ലൈൻ, അന്ന് ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലേക്ക് കടക്കുകയും പുറത്തു കടക്കുകയും ഇൻ ആൻഡ് ഔട്ട് വരുന്ന എല്ലാ കപ്പലുകളെയും ഇത് ബാധിക്കും, അവരെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം US സെൻട്രൽ കമാൻഡ് ഒരു ക്ലാരിറ്റി നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള കപ്പലുകളെയല്ല, ഇറാൻ പോർട്ടുമായി ബന്ധപ്പെടുന്ന കപ്പലുകളെയാണ് അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഉപരോധം ബാധിക്കുക എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് സെൻട്രൽ കമാൻഡ് നടത്തിയിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ഹോർമൂസ് കടലെടുക്കിന് കിഴക്കുള്ള ഗൾഫ് ഓഫ് ഒമാൻ, അറേബ്യൻ സീ മേഖലയിലുള്ള എല്ലാ കപ്പലുകളും തന്നെ ഈ സെൻട്രൽ കമാൻഡിൻ്റെ US നേവിയുടെ നിരീക്ഷണത്തിലായിരിക്കും. ഈ വരുന്ന കപ്പലുകളെ അവർ ഇൻസ്പെക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ വേണമെങ്കിൽ പിടിച്ചെടുക്കും എന്നുള്ള മെസ്സേജാണ് സെൻട്രൽ കമാൻഡ് പറയുന്നത്. അപ്പോൾ ഇതിനർത്ഥം എല്ലാ കപ്പലുകളും, ആ ഒരു വാട്ടർവേ യൂസ് ചെയ്യുന്ന എല്ലാ കപ്പലുകളും തന്നെ അമേരിക്കയുടെ പരിശോധനയ്ക്ക് വിധേയമാകും എന്നുള്ളതാണ്. ഇത് ഇറാൻ എങ്ങനെയാണ് ഇതിന് പ്രതികരിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. IRGC പറയുന്നത് ഇത് അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ വാട്ടറിൽ നടത്തുന്ന ഒരു ഇല്ലീഗൽ ആക്റ്റാണ്, ഇത് ഒരു പൈറസിയാണ്, ഒരു കടൽ കൊള്ളയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതുപോലെ ഹോർമൂസ് കടലിടുക്കിലേക്ക് വരുന്ന യുദ്ധക്കപ്പലുകൾ സീസ് ഫയർ ലംഘനമാണ് നടത്തുന്നത് എന്ന് IRGC മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല ഇറാൻ്റെ സൈനിക കമാൻഡ്, അവരുടെ സെൻട്രൽ കമാൻഡ് പറയുന്നത് ഇറാൻ്റെ പോർട്ടുകളുടെ സുരക്ഷ ഭീഷണിയിലാക്കിയാൽ ഗൾഫ് അറേബ്യൻ മേഖലയിലുള്ള ഒറ്റ പോർട്ടുകളും സുരക്ഷിതമായിരിക്കില്ല എന്നുള്ളൊരു ഭീഷണിയാണ് സെൻട്രൽ കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതൊരു വലിയൊരു നേവൽ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള എല്ലാ സാധ്യതകളും ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ബിഗ് പിക്ചർ നോക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട്. കാരണം എന്താണ് അമേരിക്ക ഇങ്ങനെയുള്ള ഒരു ബ്ലോക്കേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെയാണ് ഇറാനെ ബാധിക്കുക എന്നുള്ളത്. പക്ഷേ ബിഫോർ വി ലുക്ക് അറ്റ് ദ ബിഗ് പിക്ചർ, നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ എന്താണ് ഒന്ന് പ്രത്യേകിച്ച് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ എല്ലാ അതിരുകളും കടന്നുകൊണ്ടുള്ള മെസ്സേജിങ്ങുകളാണ് എപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് നടത്താറുള്ളതെന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ലിമിറ്റുകൾ കടന്നുകൊണ്ട് ഇന്ന് പോപ്പ് ലിയോനെ ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പോസ്റ്റ്. പക്ഷേ പോപ്പ് അതുപോലെ തന്നെ തിരിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്, ഐ എം നോട്ട് എഫ്രെയ്ഡ് ഓഫ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, എനിക്ക് ചെയ്യാനുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ കൃത്യമായി ചെയ്യും, വിച്ച് ഈസ് ഡെലിവറിങ് ദ ഗോസ്പൽ ട്രൂത്ത് എന്നാണ് പോപ്പ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇറാനിൽ അമേരിക്ക നടത്തുന്ന യുദ്ധത്തെ വളരെ നിശ്ചിതമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് പോപ്പ്. പ്രത്യേകിച്ചും ഇതൊരു ദൈവത്തിൻ്റെ നാമത്തിലുള്ള ഒരു യുദ്ധമായി, ഒരു ക്രിസ്ത്യൻ യുദ്ധമായി ഒക്കെ മാറ്റാനുള്ള ശ്രമങ്ങൾ പ്രത്യേകിച്ച് പീറ്റ് ഹെഗ്സത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് പോപ്പ്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ സോഷ്യൽ മീഡിയയിൽ സ്വയം ജീസസ് ക്രൈസ്റ്റിൻ്റെ പോലെ ഉള്ള ഒരു AI പിക്ചർ ഉണ്ടാക്കി മുകളിൽ നമുക്ക് F-15 വിമാനങ്ങൾ പറക്കുന്നത് കാണാം. ഈ രോഗ ശുശ്രൂഷ നൽകുന്ന തരത്തിലുള്ള ഒരു പടം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഡിലീറ്റ് ചെയ്തതായാണ് കാണുന്നത്. പക്ഷേ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ വിശ്വാസികളുടെ അവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ ആണ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പരിശോധിക്കാം. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിട്ടുള്ളത് സീസ് ഫയർ ഇപ്പോഴും നിലനിൽക്കുന്നു, വിച്ച് ഈസ് എ ഗുഡ് ന്യൂസ്. അതുപോലെ തന്നെ പ്രശ്ന പരിഹാരത്തിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പല റിപ്പോർട്ടുകളും പറയുന്നത് ഈ ഇസ്ലാമാബാദിലുള്ള ചർച്ചയ്ക്ക് ശേഷം ഒരു ഫൈനൽ പ്രപ്പോസൽ ടേബിളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളതെന്ന് JD വാൻസ് പറഞ്ഞതിന് ശേഷം ഇപ്പോഴും വീണ്ടും അമേരിക്കയെയും ഇറാനെയും ഒരേ ടേബിളിൻ്റെ ചുറ്റും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബാക്ക്ഡോർ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പല മീഡിയസും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിപ്ലോമസി മുഴുവനുമായി ആ ഒരു ഡോർ അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്, ഏതാണ്ട് എഗ്രിമെൻറ്റ് എത്താനുള്ള വി റീച്ച്ഡ് വെരി ക്ലോസ്ലി
ഇസ്ലാമാബാദ് MOU മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ്. അതിന് മുൻപ് തൊട്ട് മുൻപ് മാക്സിമലിസം, ഷിഫ്റ്റിംഗ് ഗോൾ പോസ്റ്റ് ആൻഡ് ബ്ലോക്കേഡ് അമേരിക്ക കൊണ്ടുവന്നു. മാക്സിമലിസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു മലയാള തർജ്ജമ അമേരിക്കയുടെ ഒരു മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷിഫ്റ്റിംഗ് ഗോൾ പോസ്റ്റുകൾ മാറ്റുക, അതുപോലെ ബ്ലോക്കേഡ് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇസ്ലാമാബാദിൽ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ പോയത് എന്ന് അബ്ബാസ് അറാഗ്ചി പറയുന്നു. അതുപോലെ റഷ്യയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്, ഇറാനിൻ്റെ എൻറിച്ച്ഡ് യുറേനിയം സ്വീകരിക്കാൻ റഷ്യ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രതികരണങ്ങളൊന്നും എവിടെ നിന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലും ഈ കടൽപ്പാതയിലെല്ലാം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു നേവൽ എസ്കലേഷനുള്ള കാര്യങ്ങളിൽ വന്നു നിൽക്കുകയാണെങ്കിൽ പോലും ബ്രിട്ടനും ഫ്രാൻസും ഒരുമിച്ച് ഇത് എങ്ങനെയാണ് ഒരു സ്വതന്ത്ര മിഷൻ, ഒരു ഇൻഡിപെൻഡൻറ്റ് മിഷനായി എങ്ങനെയാണ് ഈ കടൽപ്പാത ഫ്രീ ആയി പണ്ടത്തെ ഒരു സ്റ്റേറ്റസ് കോയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്ന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് ഇറാൻ്റെ ഇന്ത്യൻ അംബാസഡർ പറഞ്ഞത് ഇറാൻ ഇന്ത്യ തമ്മിൽ വളരെ നല്ല ബന്ധത്തിലാണ്, ഇന്ത്യൻ കപ്പലുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഇറാൻ ശ്രമിക്കുമെന്നും, അതുപോലെ ഇപ്പോൾ ഇത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് കടക്കുമ്പോൾ 2 മില്യൺ ടോള് കൊടുത്ത പല രാജ്യങ്ങളുമുണ്ട്. പക്ഷേ ഇന്ത്യ അങ്ങനെ ടോള് കൊടുത്തിട്ടില്ല. ഇന്ത്യൻ കപ്പലുകൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് കടന്നു വന്നിട്ടുണ്ടല്ലോ, അതിന് കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ UNDP യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് മിഡിൽ ഈസ്റ്റിലുള്ള സംഘർഷം മൂലം 30 മില്യൺ ആളുകൾ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടാനായിട്ടുള്ള ലക്ഷണങ്ങളുണ്ട് എന്നാണ് UNDP പറയുന്നത്. ഇതാണ് പ്രധാന വാർത്തകൾ. നമുക്കിനി ഞാൻ പറഞ്ഞ ബിഗ് പിക്ചർ എന്താണെന്ന് നോക്കാം. എന്താണ് ഈ ഒരു അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള ബ്ലോക്കേഡ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇത് പ്രധാനമായും ഇറാൻ്റെ തീരരേഖ നോക്കിയാൽ ഇത് 2400 കിലോമീറ്ററിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന കോസ്റ്റൽ ലൈനാണ് ഇറാനുള്ളത്. ഇത് പേർഷ്യൻ ഗൾഫ്, നമ്മുടെ ഇവിടെ അറേബ്യൻ ഗൾഫ് എന്നാണ് പറയുന്നത്. അറേബ്യൻ ഗൾഫ്, പിന്നെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, അത് കടന്ന് ഗൾഫ് ഓഫ് ഒമാൻ, പിന്നെ നമ്മൾ തുറന്ന കടലിലേക്ക് അറേബ്യൻ സീയിലേക്ക്, അങ്ങനെ ഇതിനെ മുഴുവനും സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഇറാൻ്റെ കടൽ തീരം. ഈ കടൽ തീരത്ത് മുഴുവനും സ്കാറ്റർ ചെയ്താണ് ഇറാൻ്റെ പല പോർട്ടുകളും അതുപോലെ ഓയിൽ ടെർമിനൽസും എല്ലാം ഉള്ളത്. അപ്പോൾ ഈ ഉപരോധം നടക്കുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ മാത്രമല്ല, അമേരിക്ക കൊണ്ടുവന്നിട്ടുള്ള ഉപരോധം അത് മുഴുവൻ തീരരേഖയും സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഉപരോധം നിലവിൽ വരുന്നത്. ഇത് അമേരിക്കയ്ക്ക് അപ്പോൾ ഗൾഫിൽ തന്നെ കപ്പൽ തടയാൻ സാധിക്കും, ഹോർമുസിൽ തടയാൻ സാധിക്കും. അതുപോലെ അവിടെ നിന്ന് പുറത്ത് അറേബ്യൻ സീയിലേക്ക് വരുന്ന കപ്പലുകളെയും ഇതുപോലെ ഇൻസ്പെക്ട് ചെയ്യാനും തടയാനും പിടിച്ചെടുക്കാനും ആണ് അമേരിക്ക ഈ ഉപരോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇറാൻ്റെ, ഞാൻ ഈ തീരപ്രദേശം പറഞ്ഞല്ലോ, നീണ്ടു കിടക്കുന്ന തീരപ്രദേശത്ത് വളരെ പ്രധാനപ്പെട്ട ഈ ഇറാൻ്റെ പല പോർട്ടുകളും അവിടെയാണുള്ളത്. ഇപ്പോൾ അറേബ്യൻ ഗൾഫ് എന്ന് ഞാൻ ഇറാനിൻ്റെ ഭാഷയിൽ പേർഷ്യൻ ഗൾഫ്, നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ അറേബ്യൻ ഗൾഫിൽ നോക്കുകയാണെങ്കിൽ ബന്ദർ ഇമാം ഖൊമേനി, ബന്ദർ മഹഷർ, ബുഷഹർ അവിടെയാണ്, കാർഗ് ഐലൻഡ് എല്ലാം ഈ പേർഷ്യൻ അറേബ്യൻ ഗൾഫ് തീരത്താണ്. അതുപോലെ ഹോർമുസിലാണ് ബന്ദർ അബ്ബാസ്, വലിയ പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് വേ ആണ്. കെഷം ടെർമിനൽസും അവിടെയാണ്. അതുപോലെ തന്നെ അറേബ്യൻ സീയിലാണ് ഇപ്പോൾ ഇന്ത്യ ബിൽഡ് ചെയ്തിട്ടുള്ള ചബഹർ പോർട്ട്. അപ്പോൾ എല്ലാ പ്രധാന ഊർജ്ജ വ്യാപാര പോർട്ടുകളും ഈ ഒരു തീരപ്രദേശങ്ങളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന എല്ലാ കപ്പലുകളെയും തടയാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു നീക്കമല്ല അമേരിക്കയുടെ ഭാഗത്തു നിന്നും, വലിയൊരു നാവിക യുദ്ധത്തിലേക്ക് തിരിയാവുന്നതാണ്. ഒരു ചെറിയ മിസ്കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ എസ്കലേഷൻ ഉണ്ടായാൽ ഇതൊരു വലിയ ഒരു കടൽ യുദ്ധമായി തന്നെ മാറാനായിട്ട് സാധിക്കും. അതുപോലെ ഇറാൻ ആണെങ്കിൽ അവർക്ക് സീ മൈൻസ് ഇട്ടിട്ടുണ്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, നാം പറഞ്ഞിരുന്നു. അതുപോലെ അവർക്ക് ചെറിയ മിസൈൽ ബോട്ടുകളുണ്ട് കപ്പലുകളെ ആക്രമിക്കാനായി. ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും വെച്ച് ഈ തടയാൻ ശ്രമിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനായി ഇറാന് സാധിക്കും. കാരണം ഇറാൻ ഇൻ എ വാൻറ്റേജ് പോയിന്റ്. അതുപോലെ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓൾറെഡി ഏതാണ്ട് 20% ലോകത്തിൻ്റെ എണ്ണ വ്യാപാരം നടക്കുന്നത്, ഈ ഒരു സപ്ലൈ നടക്കുന്നത് ഹോർമുസ് വഴിയാണ്. അമേരിക്ക ഈ ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചതിന് ശേഷം അപ്പോൾ തന്നെ $100 കൂടുതലായി പെർ ബാരലിന് ക്രൂഡിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലുള്ള ഇറാനിൻ്റെ ഈ ബ്ലോക്കേഡും കൺട്രോളും കാരണം മാത്രം കപ്പൽ ഇൻഷുറൻസിന് വരുന്നത് ഏതാണ്ട് 50% കൂടുതൽ ഉയർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുതിയൊരു ഡബിൾ ബ്ലോക്കേഡ് എന്ന് പറയാവുന്ന തരത്തിൽ അമേരിക്കയും ഇതിങ്ങനെ ഒരു ബ്ലോക്കേഡ് തുടങ്ങിയപ്പോൾ ഇത്ര തരത്തിലൊരു റിസ്ക് എടുക്കാൻ ഒരു കപ്പൽ കമ്പനികളും തയ്യാറാവില്ല എന്ന് മാത്രമല്ല, ഇൻഷുറൻസ് ഇതിലും വളരെയധികം ഉയരാനാണ് സാധ്യത. ഇൻഷുറൻസ് ഉയരുമ്പോൾ അതേപോലെ തന്നെ ഈ സപ്ലൈ ഇതിലുള്ള സാധനങ്ങളുടെ വില വീണ്ടും വീണ്ടും ഉയരുകയാണ്. അത്
തിരിച്ച് കൺസ്യൂമേഴ്സിനാണ് ബാധിക്കുന്നത്. ഇപ്പോൾ ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അമേരിക്ക ഉദ്ദേശിക്കുന്ന സ്ട്രാറ്റജി ഇറാൻ്റെ എണ്ണ വരുമാനം തകർക്കുക എന്നുള്ളതാണ്. കാരണം ഇറാനിൻ്റെ ഏതാണ്ട് ഏറ്റവും വലിയ ഒരു റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് അവർ നടത്തുന്ന എണ്ണ വ്യാപാരങ്ങളാണ്. പ്രത്യേകിച്ച് ചൈനയെ എടുത്തു പറയുന്നത് ചൈനയാണ് ഇറാനിൻ്റെ വലിയൊരു കൺസ്യൂമർ. ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ഇറാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കപ്പലുകളിൽ നിന്ന് ടോൾ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധ സമയത്ത് ഏറ്റവും വരുമാനം വർദ്ധിക്കുകയാണ് ഇറാന് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറാനിൻ്റെ ഈ എണ്ണ എക്സ്പോർട്ടുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സപ്ലൈ റൂട്ടുകളും കട്ട് ചെയ്ത് കളയുക, വലിയൊരു ഇക്കണോമിക് പ്രഷറിലേക്ക് ഇറാനെ നയിക്കുക അല്ലെങ്കിൽ അതിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ് അമേരിക്ക ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. മാത്രമല്ല ചൈനയുടെ കാര്യം പറഞ്ഞല്ലോ, ചൈന വലിയൊരു കൺസ്യൂമർ ആയതുകൊണ്ട് ഇത് ചൈനയെ നേരിട്ട് ബാധിക്കും. അപ്പോൾ ചൈനയെ നേരിട്ട് യുദ്ധത്തിലേക്ക് പിടിച്ചു വലിച്ചിടാൻ ഈ ഒരു നീക്കത്തിന് സാധിക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഈ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നതുകൊണ്ട് ഇത് ചൈനയെ ഇതുപോലെ ഒരു പ്രതിരോധത്തിലാക്കി ചൈന ക്യാൻ പുട്ട് പ്രഷർ ഓൺ ഇറാൻ, വീണ്ടും നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വരികയും അമേരിക്കയുടെ ചില ടേംസ് അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇറാനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു പ്രഷർ ടാക്ടിക്സ് ആണോ എന്നുള്ളതാണ് ഇനി അടുത്തതായി നമുക്ക് സംശയിക്കാൻ സാധിക്കുക. എനിവേ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന അപ്ഡേറ്റുകൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ഷെയർ ഇറ്റ് ആൻഡ് ഓൾസോ കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നാളെ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.